Hello guys, you are watching MALLU.com. Welcome to my channel. Guys, അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും ഓഫ്ലൈൻ റേസിംഗ് ഗെയിംസ് ആണ്. റേസിംഗ് ഡ്രൈവിംഗ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗെയിംസ് ആണ് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി എന്ന് വെച്ചാൽ അധികം MB ഇല്ലാത്ത, അധികം ഡാറ്റ നമ്മുടെ പോവാത്ത, എന്നാൽ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിംസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പോ ഇന്നപ്പോ ഞാൻ പറയാൻ പോകുന്ന 2-3 ഗെയിംസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി കഴിഞ്ഞാൽ ഒന്നാമതെ ലാഗിങ് ആണ്, ഭയങ്കര വെറുപ്പില്ലാന്നാണ് എല്ലാവരും കാണുന്നത്. എന്റെ വീഡിയോ കാണുന്നത് എല്ലാവരും പറയുന്നത്. ഗായ്സ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കപ്പോൾ വേറൊരു പാർട്ടിൽ ബാക്കിയുള്ള ഗെയിംസ് ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കൊറോണ ഒക്കെയാണ് എല്ലാവരും വീഡിയോ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. വളരെ ഡാറ്റ കുറച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അടിപൊളി ഗ്രാഫിക്സും ആണ്, പൊളിക്കുന്ന ഗെയിംസ് ആണ്, ഓഫ്ലൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡാറ്റ തീർന്നാൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണം എടുത്ത് കളിക്കാം. കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും പക്ക പോസ്റ്റ് ഒക്കെ ആണെന്നറിയാം. അപ്പൊ നമുക്ക് ഗെയിംസ് ഒക്കെ പരിചയപ്പെടുത്തുന്ന മുമ്പ് 2 മിനിറ്റ്സ് നിങ്ങൾ എനിക്ക് അറിയണം. അതായത് എന്നോട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചാലും കമന്റ് ചെയ്യുന്നത് എന്റെ വീഡിയോയിൽ. നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്നോട് പലരും ചോദിച്ചു ഞാൻ എന്തിനാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന, ആരെങ്കിലും എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് മെയിൻലി ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എന്നോട് പലരും ചോദിച്ചതാണ്, ഫ്രണ്ട്സും അതുപോലെ തന്നെ കുറെ പേര് എന്നോട് ചോദിച്ചു. എന്നെ അറിയാൻ മേലാത്തവരും കുറെ പേരൊക്കെ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, കാശ് കിട്ടാൻ വേണ്ടിയാണോ, റവന്യൂ ഉദ്ദേശിച്ചാണോ, ഇപ്പോഴേ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഒക്കെ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ടോ? അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ പറയും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ടെക്സ് അല്ലെങ്കിൽ പല ആപ്സിന്റെ റിവ്യൂസ്, അതുപോലെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ഹിൻസ് ആണ്. കാരണം ഈ പലരും യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുമ്പോ ഞാൻ ഉള്ള കാര്യം തന്നെ പറയാം, ഞാൻ എന്റെ ഫോണിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഉടനെ കയറി ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ തപ്പി അവസാനം ഞാൻ അതിനുള്ള മാർഗം തപ്പിയെടുക്കും. അപ്പോ പക്ഷെ ഞാനത് യൂട്യൂബിൽ നോക്കുമ്പോ ഇവരൊക്കെ അത് ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ഇങ്ങനെ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ മാഗസീനൊക്കെ കണ്ട് വായിച്ചിട്ടാണെങ്കിലും അവരതൊക്കെ തപ്പിയെടുത്ത് അവരാണെങ്കിൽ ഗൂഗിളിൽ അത് പോസ്റ്റ് ചെയ്യുന്നത്. ഐ മീൻ ഗൂഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് എനിക്കിതൊക്കെ ഞാനും ഇതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ തപ്പിയെടുക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്താൽ എന്താണ് കുഴപ്പം? അപ്പൊ ഞാൻ മെയിൻലി ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ ടെക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ടെക് ബന്ധമായിട്ടുള്ള ന്യൂസ്, അതുപോലെ തന്നെ ആപ്സിന്റെ റിവ്യൂസ്, അതുപോലെ ടെക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വ്ലോഗ്സ്, അതുപോലെ എനിക്ക് ഇച്ചിരി DIY ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലല്ലേ, മിനി ക്രാഫ്റ്റ്. അപ്പോ ഇലക്ട്രിക്കൽ ബന്ധമായിട്ടുള്ള അതൊക്കെ ചെയ്യാനായിരുന്നു ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും എനിക്ക് അതിന്റെ മുമ്പുള്ള ഒരു ചെറിയൊരു ബിസിനസ് അല്ല, അതിന്റെ മുമ്പുള്ള ഒരു ചെറിയ ഏർപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അവരുടെ ഫോട്ടോ തരുവാണെങ്കിൽ ഞാൻ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കും. അപ്പൊ എനിക്ക് അതിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമായിരുന്നു. ഞാൻ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്രെയിം ചെയ്യാൻ നമ്മൾ വേറൊരാളെയാണ് ഏൽപ്പിക്കുന്നത്. ഐ മീൻ എനിക്ക് അറിയുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഫ്രെയിമിംഗിൽ നിന്നൊക്കെ ഒരു ടോട്ടൽ എമൗണ്ട് ഞാൻ പറയും, എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ അത് വെച്ചാണ് ഓരോ സാധനങ്ങൾ ഞാൻ തന്നെ മേടിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ ഞാൻ പല പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചാനൽ തുടങ്ങാനായിരുന്നു. അപ്പോൾ ഇപ്പൊ കാശില്ല, ലോക്ക്ഡൌൺ ആയിട്ട് ചുമ്മാ ഇരുന്നപ്പോൾ അതെല്ലാം പോയി. അപ്പോൾ അറിയാലോ നിങ്ങളുടെ എന്റെ കയ്യിൽ കാശിരിക്കില്ല. അപ്പൊ പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ച കാര്യം, ഞാൻ റവന്യൂ ഉദ്ദേശിച്ചാണോ? റവന്യൂ ഉദ്ദേശിച്ചല്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റവന്യൂ ഉദ്ദേശിച്ചല്ലേ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. റവന്യൂ ഞാൻ ചെയ്യുന്ന എനിക്ക് എപ്പോഴേലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എപ്പോഴേലും റവന്യൂ കിട്ടുവാണെങ്കിൽ സന്തോഷമുള്ളൂ. ബട്ട് ഞാൻ റവന്യൂ ഉദ്ദേശിച്ച് ഒരിക്കലും ഒരാൾക്ക് ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അയാൾ സക്സസ്ഫുൾ ആവുമോ എന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് തീരുമാനിക്കുന്നത്, അതോ അല്ലെങ്കിൽ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് റവന്യൂ ഉദ്ദേശിച്ച് മാത്രം ആർക്കും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആർക്കും റവന്യൂ ഉദ്ദേശിച്ച് ഒരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്നോട് ചോദിച്ചാൽ എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ എന്നൊക്കെ. അത് മെയിൻലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചാനലിലെ ആൾക്കാർ, ബാക്കി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറഞ്ഞു തരുന്നത് അതിൽ 2 പേര് എനിക്ക് മെയിൻ ഞാൻ വാട്സപ്പിലായിട്ടുള്ള എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെനിക്ക് നേരിട്ട് പറഞ്ഞുതരും. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മുസ്ഫിർ ഖാൻ എന്ന് പറയുന്ന ചാനലാണ്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുസ്ഫിർ ഖാൻ അത് ഞാൻ ചാനൽ ലിങ്ക് കൊടുക്കാം. മൂപ്പറുടെ പേര് തന്നെയാണ് മൂപ്പര് ചാനലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ബന്ധമായിട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ഡൗട്ട് വന്നാൽ ആദ്യം ഞാൻ മൂപ്പരോട് ചോദിക്കും. ഓക്കെ, അപ്പോ പുള്ളി കൂടുതൽ ലൈവാണ് വരുന്നത്. യൂട്യൂബിൽ ലൈവ് വന്നാണ് നമുക്ക് ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നത്. അതുപോലെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, പുള്ളിയുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ഇല്ലെങ്കിലും ഐ മീൻ കുറച്ചൊക്കെ ഉണ്ട്. കുറച്ച് മീൻസ് ലൈക്ക്
അപ്പൊ ഉണ്ട്. അപ്പോ വ്യൂസ് ഒക്കെ പ്രമുഖനല്ല ഒരിക്കലും. ബട്ട് പുള്ളി ഒരാൾക്ക് ഒരു യൂട്യൂബ് തുടങ്ങുന്ന ആൾക്ക് പക്ക ഇൻസ്പിറേഷൻ, ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്ക് ഇപ്പൊ ഇന്ന് പുള്ളി വലിയ പ്രമുഖനല്ല, എന്നാലും ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്ക് അടിപൊളിയായിട്ട് നല്ല ഇൻസ്പിറേഷൻ ആയിട്ടാണ് പുള്ളിയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഒരാൾക്ക് ഇങ്ങനെ ചാനൽ തുടങ്ങാം, എന്തിന് ചാനൽ തുടങ്ങാന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് യൂട്യൂബിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിലും മൂപ്പറുടെ വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ കാണും അതില്. അതുകൊണ്ട് ഈ അടിപൊളിയാണ് ആ ഒരു ചാനൽ. അതുപോലെ മുസ്ഫിർക്ക നമുക്ക് അടിപൊളിയായിട്ടാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മുടെ ഗെയിംസ് നമ്മുടെ വീഡിയോയുടെ മെയിൻ ഭാഗത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ നേരെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പബ്ജി അല്ലെങ്കിൽ നിങ്ങളെ ചെസ് അതുപോലെ തന്നെ നല്ല പൊക്കമൊക്കെയായിട്ട് കളിക്കുന്ന, നിങ്ങൾ നല്ല സ്പീഡിലൊക്കെ കളിക്കുന്ന ഗെയിംസ് കളിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് അവരൊക്കെ ചിലപ്പോൾ തോറ്റു പോകുന്ന ഒരു ഗെയിമാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിൽ ക്ലൈംബ് റേസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരു ഹിൽ പോലത്തെ ഏരിയയിലാണ്. നമ്മളിപ്പോ കുറെ തവണ കളിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഓരോ ലെവലും കടക്കാൻ പറ്റുന്നത്. കാരണം അത് അത്രയും ഹാർഡാണ്. നമ്മുടെ വണ്ടി ഇടയ്ക്കൊക്കെ നിന്ന് പോകും, അതുപോലത്തെ പരിപാടി. അത്രേ ഉള്ളൂ സംഭവം. അടിപൊളി ഒരു ഗെയിമാണ്. നമ്മുടെ നല്ല എന്റർടൈൻമെന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് കളിക്കാം. അധികം ഡാറ്റ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഓഫ്ലൈൻ ഗെയിം തന്നെയാണ്, കളിക്കാൻ ഇച്ചിരി പാടാണ്. നമ്മുടെ സാധാ റേസിംഗ് ഗെയിം നമ്മൾ കാണുമ്പോൾ ഇതെന്താ ഇത് ഒട്ടും ഗ്രാഫിക്സ് ഇല്ല, ഐ മീൻ ഒരുമാതിരി ഒരു കാർട്ടൂൺ പോലെ ഇരിക്കും. അപ്പൊ ബട്ട് ഞാനും ആദ്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില്. അപ്പൊ നമുക്ക് പുതിയ വണ്ടിയൊക്കെ മേടിക്കാം. ഞാൻ ആ ടെമ്പോ പോലത്തെ ഈ വാൻ ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കും ജീപ്പിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു വാനാണ്. സ്പീഡ് ഇച്ചിരി കുറവാണേലും ഐ മീൻ പെട്ടെന്ന് ഫ്ലിപ്പായി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാൻ ഉപയോഗിക്കുന്നത് ആ ഗെയിമിൽ. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇനിയുള്ള 2 ഗെയിം എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിംസ് ആണ്. ഐ മീൻ ഇച്ചിരി പ്രൊഫഷണൽ ഗെയിംസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഗെയിമിലേക്ക് പോകാം. അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പൊ ഇച്ചിരി ഡാറ്റയൊക്കെ അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ഐ മീൻ അത് ഓഫ്ലൈൻ ആണ്, ബട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഇച്ചിരി ഡാറ്റ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോൾട്ടോ റേസിംഗ്, റിയൽ ഗ്രിപ്പ് റേസിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ്. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾ നമ്മുടെ അസാൾട്ട് അതിന്റെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. ഗൈസ് അടിപൊളി ഗെയിമാണ്, രക്ഷയില്ല. നല്ല അഗ്രം ഗ്രാഫിക്സ് ആണ്. പിന്നെ ആകെ നമുക്ക് ഇതിന്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ 746 MB അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് ഇത്ര കൂടിയത്. നേരത്തെ ഒരു 300-400 ആ ഒരു റേഞ്ചേ ഉള്ളായിരുന്നു. പെട്ടെന്ന് കൂടിയതാണ്. ഇതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ട്, ഇതിന്റെ ക്ലാരിറ്റി ഗ്രാഫിക്സ് അത് നോക്കാം. പക്ക ഗെയിമാണ്, അടിപൊളി വേറെ ലെവലാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. ഇൻട്രോയ്ക്ക് മുമ്പ് ഞാൻ കളിച്ചോണ്ടിരുന്ന ഗെയിം ഏതാണ് ഗൈസ്? ഇറ്റ്സ് നമ്മുടെ ഫോർമുല 3 റിയൽ റേസിംഗ്. അപ്പോ അത് ഞാനായിട്ടൊന്നും പറഞ്ഞു തരണ്ട, അടിപൊളി ഗെയിമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇയേഴ്സ് ആൾക്കാർ ഇഷ്ടം പോലെ PC-യിൽ അല്ലെ പ്ലേ സ്റ്റേഷൻ ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫ്ലൈൻ ഗെയിമാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളിയാണ്, വേറെ രക്ഷയില്ല. അധികം ഡാറ്റ ഒന്നും നമുക്ക് ചിലവാകില്ല. ഞാൻ എത്രയുണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ പറയാം. ഗായ്സ് ഇറ്റ്സ് ഓൺലി 41 MB. അത് കഴിഞ്ഞിട്ട് അതിന്റെ OBS ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി ഡാറ്റയും കൂടെ ഇത് ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പോൾ ഒന്ന് ചിലവാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഗെയിം പ്ലേ ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഒക്കെ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും. ഈ ഒരു നമ്മുടെ റേസിംഗ് കാർ മാത്രമല്ല, നമുക്ക് മോട്ടോർ കാർ ഇതിന്റെ കൂടെ അവൈലബിൾ ഉണ്ട്. ഐ മീൻ റെഡ് ബുൾ കാറും ആ 2 ടൈപ്പ് നമുക്ക് ഗെയിം ഇതിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അടിപൊളി വേറെ മോഡാണ്. അപ്പൊ നമുക്ക് കളിക്കാം. സോ എൻജോയ് യുവർ ഡേ. പിന്നെ ഞാൻ മറ്റേ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി ഒന്ന് ഗ്യാപ്പ്, ഞാൻ 2 മിനിറ്റ്സ് പറഞ്ഞ് ഇച്ചിരി ഒന്ന് കൂടിപ്പോയി, സോറി. അപ്പോ നിങ്ങൾ എന്റെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്ക്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഞാൻ വൈകുന്നേരം ഒക്കെ വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ആവുന്നുണ്ട്. നിങ്ങളപ്പോൾ അത് നമുക്ക് വ്യൂസ് കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. ധൈര്യമായിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യാതിരിക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ നല്ല അടിപൊളി കണ്ടന്റ് ആയിട്ട് വരാം. അതുവരെയും ഗുഡ് ബൈ.